സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിക്കുന്നു. അല്പസമയ ധ്യാനത്തിന് സങ്കീർത്തനം 146 വാക്യം 9 വായിക്കുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. അവിടുന്ന് അനാഥനെയും വിധവയെയും സംരക്ഷണ ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവിടുന്ന് മറിച്ചു കളയുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 146 സങ്കീർത്തനം 9 വാക്യത്തിൽ ദൈവത്തിൻ്റെ നീതിപ്രവൃത്തികളാണ് നാം കാണുന്നത്. 3 തരത്തിലുള്ള ദൈവത്തിൻ്റെ നീതിപ്രവൃത്തികളെ ഈ വാക്യത്തിൽ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമതായി പരദേശികളോടുള്ള ദൈവത്തിൻ്റെ നീതിയാണ്. നാം ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവകാലത്ത് നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റു ദേശങ്ങളിലുള്ളവരെ നാം സ്നേഹത്തോടെ കരുതേണ്ടത് ആവശ്യമാണ്. കാരണം ദൈവം പരദേശികളെ പരിപാലിക്കുന്ന ദൈവമാണ്. നാമും ഈ ലോകത്തിൽ പരദേശികളായിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് തന്നെ പരദേശികളെ ഒരിക്കലും ആട്ടിപ്പായിക്കുവാനായിട്ട് പാടില്ല. രണ്ടാമതായി ഇവിടെ ദൈവത്തിൻ്റെ നീതിയായി പറഞ്ഞിരിക്കുന്നത് അനാഥരെയും വിധവകളെയും സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ്. ഇന്ന് ലോകത്തിൽ അനാഥരെയും വിധവകളെയും ഉപേക്ഷിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെയധികം അനാഥ മന്ദിരങ്ങളും വിധവാ സദനങ്ങളും ഓരോ ദിവസവും കൂടി വരികയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവർ അനാഥരാകുമ്പോൾ, വിധവകളാകുമ്പോൾ അവരെ ഉപേക്ഷിച്ച് ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്നും പിന്തിരിയുവാനാണ് ചാർച്ചക്കാർ പരിശ്രമിക്കുന്നത്. ഇത് ശരിയല്ല. അനാഥരെയും വിധവയെയും ദൈവം സംരക്ഷണ ചെയ്യുന്നുവെങ്കിൽ ആ ദൈവപ്രവൃത്തി ഏറ്റെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അവരെ അനാഥ മന്ദിരങ്ങളിലും വിധവാ സദനങ്ങളിലും ഉപേക്ഷിക്കുകയല്ല, പ്രത്യുത അവരുടെ ചാർച്ചക്കാർ തന്നെ അവരെ സംരക്ഷണ ചെയ്യേണ്ടത് ആവശ്യമാണ്. അവസാനമായി ഈ വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിൻ്റെ നീതിയായി പറഞ്ഞിരിക്കുന്നത്, ദുഷ്ടന്മാരുടെ വഴി അവിടുന്ന് മറിച്ചു കളയുന്നു എന്നാണ്. ഇത് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അവിടെ ഫറവോനാണ് ദുഷ്ടത പ്രവർത്തിക്കുന്നത്. ദൈവം മോശ വഴി പല പ്രാവശ്യം ഫറവോനോട് അരുളി ചെയ്തു, എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിടുക, എൻ്റെ ജനത്തെ ഉത്സവം ആഘോഷിക്കാൻ വിടുക, എൻ്റെ ജനത്തെ പീഡിപ്പിക്കരുത്, അവരെ പിടിച്ചു വയ്ക്കരുത്, അവർക്ക് സ്വാതന്ത്ര്യം നൽകുക. ഇങ്ങനെ പല ഉപദേശങ്ങൾ ദൈവം മോശ വഴി ഫറവോന് കൊടുത്തു. എന്നാൽ ഫറവോൻ ചെവിക്കൊണ്ടില്ല. അതിൻ്റെ ഫലമായി ഇതാ ഫറവോൻ്റെ മുന്നിലുള്ള വഴി മറിച്ചു കളയുന്നതാണ് നാം കാണുന്നത്. എങ്ങനെയാണ് അത് സംഭവിച്ചത്? ഇസ്രായേൽ ജനത്തെ ദൈവം ചെങ്കടലിലൂടെ കനാൻ ദേശത്തേക്ക് നടത്തിയപ്പോൾ ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ താഴ്ത്തിക്കളഞ്ഞു എന്നുള്ളതാണ്, മുക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. അതെ, ദുഷ്ടന്മാരുടെ വഴി അവിടുന്ന് മറിച്ചു കളയുന്നു. ദൈവത്തിൻ്റെ നീതിയാണ് ഈ വാക്യത്തിൽ നാം കാണുന്നത്. ആ ദൈവത്തിൻ്റെ നീതിയിൽ അവിടുന്ന്
പരദേശികളെ പരിപാലിക്കുകയും അനാഥരെയും വിധവകളെയും സംരക്ഷണം ചെയ്യുകയും എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവിടുന്ന് മറിച്ചു കളയുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ആ ദൈവത്തിൻ്റെ നീതിയിൽ സന്തോഷിക്കാം. അവിടുന്ന് ഒരിക്കലും ദുഷ്ടത പൊറുക്കുകയില്ല, അനീതി അവിടുന്ന് വെറുക്കുന്നു. നീതി ന്യായവും സ്നേഹിക്കുന്ന ആഗ്രഹിക്കുന്ന ദൈവം. ആമേൻ, ആമേൻ.